അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബി എഴുതാനും വായിക്കാനുമാണ്. അപ്പോൾ അറബി എന്ന് പറയുമ്പോഴും മറ്റു ഭാഷകളെ പോലെ തന്നെയാണ്, പക്ഷെ എഴുതുന്ന സമയത്ത് നമ്മൾ വലതുവശത്ത് നിന്ന് എഴുതണം എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ലാംഗ്വേജ് തന്നെയാണ് അറബി. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ആണ്, ഇത് അലിഫ് എന്നാണ് ഇതിനെ പറയുക. അലിഫ് അലിഫ്. അപ്പോ അറബി അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമാണ് എന്ത്? അലിഫ്. നമ്മൾ പഠിച്ചു വരുമ്പോ ആദ്യം നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് അലിഫ്. നമ്മൾ മലയാള അക്ഷരങ്ങളിലെല്ലാം ആ എന്നുള്ള സൗണ്ട് ആദ്യം പഠിക്കുന്നത് പോലെ അറബിയിൽ ആദ്യമായി പഠിക്കുന്ന അക്ഷരമാണ് ഏത്? അലിഫ് എന്നുള്ളത്. അപ്പൊ ഇത് നമ്മൾ ചില ഇതിലെല്ലാം നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്, മോൾ ഭാഗം കുറച്ച് തിക്കായിട്ടും താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ തിന്നായിട്ടും വരുന്ന ഒരു രീതിയിലാണ് അറബി അക്ഷരങ്ങൾ വരുന്നത്. അപ്പോ നമ്മളത് എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എഴുതുമ്പോൾ ജസ്റ്റ് ഒരു വര മാത്രമേ ഇടുള്ളൂ. പക്ഷെ നമ്മൾ ഫോൺ സ്റ്റൈലിലൊക്കെ കാണുമ്പോൾ മുകൾ ഭാഗം കുറച്ച് തിക്കായിട്ടും താഴ്ഭാഗത്ത് ഇങ്ങനെ നേരോ ആയിട്ടുമാണ് വരിക. അപ്പൊ ഇതാണ് അലിഫ്. അലിഫ് എന്ന് പറയുന്നത് നമ്മൾ അക്ഷരമാലയിൽ ആദ്യമായി പഠിക്കുന്ന ആദ്യത്തെ ലെറ്റർ ആണ് ഏത്? അലിഫ് എന്നുള്ളത്. അപ്പൊ ഈ അലിഫിന് ശബ്ദം, അതായത് ഇതിന് നമ്മൾ ആ ഇ ഉ എന്നൊക്കെ പറയാൻ ഈ അലിഫിൽ നമ്മൾ പല ചിഹ്നങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ സ്വരങ്ങളിൽ വ്യത്യാസം വരുത്തുന്നത്. അല്ലാതെ നമ്മളെ മലയാളത്തിലുള്ള പോലെ ആ ഇ ഉ എന്നൊന്നും ഓരോന്നിനും ഓരോ ലെറ്ററുകൾ ഇല്ല. അപ്പോ അലിഫ്, ഒരു അലിഫിന് തന്നെയാണ് പല സൗണ്ടുകളായിട്ട് നമ്മൾ അതിനെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കും മലയാളത്തിൽ ആ ഇ ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ അറബി പഠിക്കുമ്പോഴും അതിൽ ആ ഇ എന്ന് സെപ്പറേറ്റ് അക്ഷരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇല്ല. ഈ ഒരു അലിഫ് എന്ന് പറയുന്ന ഈ ഒരു അക്ഷരത്തെ തന്നെ നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ആ ഇ ഉ ആ എന്നൊക്കെ പല ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുക. അപ്പൊ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ആ ചിഹ്നങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അലിഫ് എന്ന് പറയുന്നത് അറബി അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരമാണ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ അലിഫിനെ കുറിച്ച് ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ബാ. ബാ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഷേപ്പ് ഒന്നുകൂടെ എഴുതാം. ഇങ്ങനെ എഴുതി അടിയിൽ ഒരു കുത്ത്, ഇങ്ങനെയാണ് ബാ എഴുതേണ്ടത്. അപ്പൊ ഇതിനെ പറയുന്നത് ബാ. അപ്പൊ അലിഫ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഏതാ? ബാ ആണ്. അപ്പൊ ബാ, ഇതിനെയും ബാ ബി ബു എന്നൊക്കെ പറയാൻ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ബാ ബി ബു എന്നുള്ള ഉച്ചാരണം കൊണ്ടുവരാം. പക്ഷെ നമ്മൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് അലിഫ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെറ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ബാ ആണ്. ഓക്കെ, അപ്പൊ ബാ എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതാം. ഒന്നുകൂടെ എഴുതാം. അടിയിൽ ഒരു കുത്ത്, ബാ. ഓക്കെ, അപ്പൊ അലിഫ് രണ്ടാമത്തെ ലെറ്റർ ബാ. അടുത്തത് താ എഴുതുമ്പോൾ രണ്ട് കുത്തുകളാണ് വരിക. അപ്പൊ നമ്മൾ ബാന് എഴുതിയ പോലെയുള്ള ആ ഒരു രീതിയിൽ എഴുതിയിട്ട് മുകളിലാണ് രണ്ട് കുത്ത്. ബാന് താഴെയാണ് കുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ താ എന്ന് പറയുമ്പോൾ മുകളിലാണ് രണ്ട് കുത്തുകൾ വരേണ്ടത്. ഒന്നുകൂടെ എഴുതാം. താ. ഓക്കെ, അപ്പോ താ എന്നാണ് ഇതിന് ഉച്ചരിക്കേണ്ടത്. ഈ താന്റെ ഒരു പ്രത്യേകത, ഇതിന് വേറൊരു രീതിയിലും കൂടി നമ്മൾ എഴുതാറുണ്ട്. അറബി അക്ഷരത്തിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ കൂടി അതിനെ എഴുതാറുണ്ട്. ഇങ്ങനെ ഒരു ചിഹ്നം ഇട്ടിട്ട് അതിന്റെ മേലെ രണ്ട് കുത്തുകൾ. ഇതിനെയും താ എന്നാണ് വായിക്കുക. ഇതേ താ തന്നെയാണ് ഇത്. അപ്പോ രണ്ട് രീതി ഇങ്ങനെ കണ്ടാലും നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കരുത്, വേറൊരു അക്ഷരമാണെന്ന് വിചാരിക്കരുത്. സെയിം ഈ താ തന്നെയാണ് ഈ ചിഹ്നവും. ഇതൊന്നുകൂടെ എഴുതാം. ഇത് രണ്ടും അപ്പൊ ഒരേ അക്ഷരമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താ എന്നാണ് ഇതിനെ ഉച്ചരിക്കേണ്ടത്. അപ്പൊ താ ആണ്. ഇതിനെയും താ തീ തു എന്നുള്ളതെല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാറ്റും.